ഹേ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിനി ഫ്ലവർ ബൊക്കേൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഫ്രഷ് ഫ്ലവർ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ 6 റോസസ് ആണ്, റെഡ് റോസ് ആണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മോർണിംഗ് കൊടുക്കാനുള്ള വർക്ക് ആയതുകൊണ്ട് ഞാൻ തലേന്ന് ഈവനിങ് തന്നെ ഫ്ലവർ വാങ്ങിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിത് രാവിലെയാണ് ഈ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന മുന്നായിട്ട് ഓരോ ഫ്ലവറിൻ്റെയും ലീഫ് ഞാൻ എടുത്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നമ്മളിപ്പോൾ ഇതിൽ ലീഫൊന്നും കാണില്ല, ഫ്ലവർ മാത്രമേ കാണുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. ഒരു റോസിന് ഞങ്ങളുടെ നാട്ടിലെ റേറ്റ് വരുന്നത് 20 രൂപയാണ് കേട്ടോ. പിന്നെ ഫ്ലവർ കിട്ടാത്ത ആ ഒരു സാഹചര്യം വരുമ്പോഴൊക്കെ അത് 30 രൂപ ആവലുണ്ട്. ലീഫ് എടുത്ത് മാറ്റുന്ന കൂടെ തന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് ഇതളുകളോടും ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് തോന്നിയ ഇതളുകൾ മാത്രമേ എടുത്ത് മാറ്റുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 6 ഫ്ലവറാണല്ലോ ഉള്ളത്. അപ്പോൾ ഞാൻ ഇത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിൽ 3 ഫ്ലവറും അതിൻ്റെ താഴായിട്ട് 3 ഫ്ലവറും അങ്ങനെയാണ് 2 ലെയറായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് താഴ്ഭാഗത്ത് ഇതേപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ആദ്യം 3 എടുത്തിട്ട് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിക്കുക. അതിന് ശേഷം അതിൻ്റെ താഴെ 3 വെച്ചിട്ട് ഒന്നും കൂടെ സെല്ലോ ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ പഞ്ച് ചെയ്തതിൻ്റെ ശേഷം നമുക്കിത് ബൊക്കെ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ടുള്ളത് സ്ലഷ് ബോക്സ് എന്നാണ്. അവിടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റ്, ഇതുപോലത്തെ 2 ഷീറ്റ് നമ്മൾ ഇതിൽ ടോട്ടലി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് 4 പീസസ് ആക്കുന്നുണ്ട്. ഒരു ഷീറ്റ് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് 4 പീസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ 2 സൈഡും സെൻറ്ററിലേക്ക് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് സെല്ലോ ടാപ്പിൻ്റെ ഒരു പീസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഫ്ലവർ ബെഞ്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ സെല്ലോ ടാപ്പ് ഒട്ടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഓരോ പീസസ് ആയിട്ട് അതേപോലൊക്കെ ചെയ്ത് അതിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതേപോലെ 2 സൈഡിലും ഒരേ രീതിയിൽ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക. എന്നിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. നിങ്ങൾക്ക് ഇനി സെല്ലോ ടാപ്പിന് പകരം റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് സെല്ലോ ടാപ്പാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ 2 സൈഡിലും ഓരോ പീസ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ബൊക്ക വെച്ചിട്ട് ഒന്നും കൂടെ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു സൈഡും കൂടെ കിട്ടും. മനസ്സിലായോ? എന്നിട്ട് ചെറിയ 2 പീസ് എടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതൊരു മിനി ബൊക്ക ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒക്കെ മിനി ആയിട്ടാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ നമുക്ക് വലിയ ബൊക്കയും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രണ്ട് ഭാഗവും നമ്മൾ ആ ഒരു ഇതേപോലെ മടക്കിയിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു വൈഫ് ഹസ്ബൻഡിന് കൊടുക്കുന്ന വെൽക്കം ഗിഫ്റ്റാണ് കേട്ടോ. ഹസ്ബൻഡ് ദുബായിൽ നിന്ന് വരികയാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ വൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ തന്ന വർക്കായിരുന്നു. ബൊക്കെ നമുക്ക് എല്ലാ ഒക്കേഷൻസിനും കൊടുക്കാം കേട്ടോ. കാരണം ഫ്ലവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ലേഡിക്കായാലും ജെൻസിനായാലും എല്ലാവർക്കും നമുക്ക് ഫ്ലവർ വെച്ചിട്ട് പലതും ചെയ്തിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഫ്ലവർ വെച്ചിട്ട് ബൊക്കെ ഫ്ലവർ വെച്ചിട്ട് മാത്രമല്ല, നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ടും ചെയ്യാറുണ്ട്. അതേപോലെ ചോക്ലേറ്റ് പ്ലസ് ഫ്ലവർ വെച്ചിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കസ്റ്റമറുടെ ചോയ്സിനനുസരിച്ച് മാക്സിമം കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു മിനി ബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ബൊക്കെ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 ഷീറ്റ് വെച്ചിട്ടും ഓരോ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതേപോലെ സൈഡിലും ബാക്കിലും ഒക്കെ ആയിട്ട് വെച്ചിട്ട് നമ്മളങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വരുന്ന എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ബൊക്കെ ഇവിടെ ആൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ആ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് അവിടെ കവറായിട്ട് കിട്ടും. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വൈറ്റ് റിബൺ കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ ഒരു ലവ് യു ഫോർ എവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിബണും അതിൻ്റെ താഴെ ഒന്നുമില്ലാത്ത കോമൺ ആയിട്ടുള്ള വൈറ്റ് റിബണും കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട്. ബട്ടർഫ്ലൈ രീതിയിലാണ് 2ാമത്തെ റിബൺ നമ്മളവിടെ കെട്ടി കൊടുക്കുന്നത്. അത് കെട്ടുമ്പോൾ അവിടെ നിന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ വൈറ്റ് ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഒന്ന് റോൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ റിബൺ വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നത് കേട്ടോ. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അങ്ങനെ റിബൺ കെട്ടി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ കസ്റ്റമർ പറഞ്ഞ ഒരു മിനി കോട്ട് ഉണ്ടായിരുന്നു, അതും കൂടെ
എഴുതി പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്തിട്ട് അതും ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ചെറിയ റിബണും കൂടെ ജസ്റ്റ് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ മിനി ബൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല രസമല്ലേ, നല്ല ക്യൂട്ടല്ലേ കാണാൻ. നമുക്കിത് ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കും എല്ലാ ഇതിനും നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഓർഡറും കാര്യങ്ങളും തരാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഓർഡേഴ്സിന് മാത്രമായിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ.